തേച്ച് പണിയാണ്. എനിക്കതൊക്കെ ഓർമ്മ വരുന്നത്. കിരൺ സ്പ്രേ പെയിന്റിങ് ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഞാനിവിടെ പ്രോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമുക്കൊരു സംഭവം ഈ റോഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആൾക്കാർ റോഡിൽ ഇടുമല്ലോ. അതൊന്ന് എന്താ പറയുക, പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി നമ്മൾ പാറ്റിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നമ്മളതിപ്പോൾ പൊക്കിയെടുത്ത് നമ്മുടെ വീടിൻ്റെ പാറ്റുകൾ കൊണ്ടിട്ടിട്ടുണ്ട്. അതിന് സെറ്റാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് പോവാം. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ DIY വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാം. ഞങ്ങൾ പെയിന്റ് നോക്കി ഇവിടെ കനേഡിയൻ ടൈൽസിൽ വന്ന കേട്ടോ. സ്പ്രേ പെയിന്റ് അല്ലെങ്കിൽ നോർമൽ പെയിന്റ് ഏതാണോ കിട്ടുന്നത് അതെടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കനേഡിയൻ ടൈൽസിൽ നിന്ന് 2 സ്പ്രേ പെയിന്റ് വാങ്ങിച്ചു. ഇത് ഫേർണിച്ചർ അടിക്കാൻ പറ്റിയ സ്പ്രേ പെയിൻ്റാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. സോ വീട്ടിൽ കയറി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ അടിച്ചു തുടങ്ങാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. മൊത്തം സ്ക്രാച്ചൊക്കെ വന്ന് ആരോ കളഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പാച്ചുകൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നത് കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ അകത്തോട്ടൊന്നും കയറ്റില്ല. പക്ഷേ നല്ല സ്റ്റേഡിയാണ് കേട്ടോ. ഇരിക്കുമ്പോൾ ഒരു ചെറിയ ആട്ടം പോലും ഇല്ല. അപ്പം ഞങ്ങൾ ഇത് മൊത്തം ഒന്ന് പെയിന്റ് അടിച്ച് നല്ല കുട്ടപ്പനാക്കാൻ പോവാം. പെയിന്റ് അടിക്കുന്നതുകൊണ്ട് തന്നെ മാസ്ക് വെക്കാണ്ട് പറ്റില്ല. എനിക്ക് ആസ്മയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ മാസ്ക് കാറിലായിപ്പോയി. പാക്കറ്റോടെ കാറിലാണ്. അപ്പോൾ ഞാൻ താഴെ പോയി നമ്മുടെ പാർക്കിംഗ് ലോട്ടിൽ പോയി എടുത്തിട്ട് വരാം. ഞാൻ പോയിട്ട് വരട്ടെ ചേച്ചാ? നമ്മുടെ ശംഭു. ഇപ്പം മാസ്ക് നമ്മുടെ ഡാഷിൻ്റെ അകത്തിരിപ്പുണ്ട്. എങ്കിൽ പൊട്ടിക്കാണ്ട് വെച്ചേക്കുന്ന പാക്കറ്റ് ഇപ്പോഴാണ് ആവശ്യം വന്നത്. അപ്പോൾ കിരൺ എന്തായാലും പണി തുടങ്ങിയിട്ടുണ്ട്. സാൻഡ് പേപ്പർ വെച്ചൊന്ന് സ്ക്രബ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കുക. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാൻ. ഹലോ, ശ്വാസം തുറന്നിട്ടുണ്ടായിട്ട് മാസ്ക് ഇട്ടുകൊണ്ട് പണി ചെയ്യുന്നുണ്ടേ. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പറിൻ്റെ വേറൊരു സംഭവമാണ് കേട്ടോ. അത് നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം യൂസിട്ട് ഒന്നും കൂടെ ഞങ്ങൾ വെറ്റാക്കി ക്ലീൻ ആക്കുവാണ്. മറ്റേ ആട് 2 സിനിമയിൽ വിനായകൻ പറയത്തില്ലേ, തേച്ച് പണിയാണ്. എനിക്കതൊക്കെ ഓർമ്മ വരുന്നത്. മാസ്ക് രണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഓക്കെ, ഇവിടെ കുറേ നേരം ആയിട്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് അതേക്ക് അടുത്ത പാട്ടിലോട്ട് പോകാം. ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. ചെയ്താണോ? എന്ത് ചെയ്യാത്ത? ഇവിടെയാണോ എല്ലാം ചെയ്ത്? ഇത്ര നേരം കിരണായിരുന്നു ചെയ്തത്. ഞാൻ മാസ്ക് ഒക്കെ എടുക്കാൻ പോയ സമയത്ത്. നീ താഴെ ഇവിടെ ചെയ്തിട്ടില്ലല്ലോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ആണ് ചെയ്യാനുള്ളത്. അപ്പം ഞങ്ങൾ അവിടെയും ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. ഞാൻ എൻ്റെ ഫോണിലും കൂടി എടുക്കുകയാണ്. കിരൺ സ്പ്രേ പെയിന്റിങ് ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ ബ്രൗൺ കളറിന് ബ്ലാക്ക് ആക്കാൻ പോവാ. ഓ, നല്ല മണമുണ്ട് കേട്ടോ. അടിച്ച് കയറുന്ന മണമായിരുന്നു. മാസ്ക് വെച്ചിട്ടും നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. കണ്ടപ്പോൾ ഒരു കൊതി സ്പ്രേ പെയിന്റ് ചെയ്യാൻ. നീ ഇതില്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിലും ചെരുപ്പിലും എല്ലാം ആവും. ഇനി ഞാൻ എനിക്കിട്ടാ താഴെ പെയിന്റ് ചെയ്യാൻ പോകണം കേട്ടോ. അടിഭാഗം കൊള്ളാലോ സംഭവം. നമ്മുടെ തറയിലൊക്കെ ആവുമ്പോടാ. തറയിൽ അങ്ങനെ ആവാൻ നമ്മൾ ചാൻസ് കൊടുക്കുന്നില്ല. അധികം തറയിലോട്ട് അടിക്കല്ലേ, അതാണ് ടാലന്റ്. ഓ മൈ ഗോഡ്, അത്രയും ടാലന്റ് ആണോ? ഇവിടെ പുറകോട്ട് ഇത്ര വേണ്ട. പെയിന്റിംഗ് നേരത്തെ ചെയ്തിട്ടുണ്ടോ? ആണോ? നമുക്കൊരു പെയിന്റും കൂടെ ആവശ്യം വരും അല്ലേ? മാത്രമല്ലേ ആ അതെ. തീർന്നോ?
ആ നമ്മളെന്തായാലും ഭാഗ്യത്തിന് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് തീർന്നു പോയാലും ഒരെണ്ണം കൂടെ ബാക്കപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്നർ ഏരിയയിലൊക്കെ നമ്മൾ പെയിൻറ് ചെയ്തു. ഇപ്പോൾ കിരണിൻ്റെ സ്കിൽസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കണോ? നമ്മുടെ അടുത്ത സ്പ്രേ പെയിന്റ് പൊട്ടിക്കാൻ പോവാണ്. നമ്മൾ വിന്റർ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ അവസ്ഥ എന്താവും അറിയില്ല. എന്തായാലും നമ്മളൊന്ന് ചെയ്ത് വെക്കണം. താഴെ ഇതാവോ? ഇനി കുറച്ച് ഞാനൊരു പ്രോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി ബ്രൗൺ കളറ് ബാക്കി എവിടെയൊക്കെയാ ഉള്ളത് നോക്കുക. അവിടെയും കൂടെ ഫുൾ പെയിന്റ് ഇട്ട് നിൽക്കണ്ടേ. ഏതെങ്കിലും സ്ഥലം നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കുക. അല്ല അതിന്റെ കളർ മനസ്സിലാവുന്നില്ല. കൂടുതലല്ല ഒരു 1 hour എടുക്കും പെയിന്റ് ഒന്ന് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ലെയറും കൂടെ അടിച്ചിട്ട് പെയിന്റ് ഒരു ലെയറും കൂടെ അടിച്ചിട്ട് നമ്മൾ 1 hour സെറ്റ് ചെയ്യാൻ വെക്കാന്ന് ചോദിച്ചാൽ ഒത്തിരി ഇരുട്ടാവും. ഓൾറെഡി എത്ര മണിയാണോ? 6 മണി കഴിഞ്ഞില്ലേ? 6:44 ആയി. നമ്മുടെ ഫൈനൽ ടച്ചാണ് കേട്ടോ. ഞാൻ തുറന്നിടണോ? നമ്മൾ കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ തുറക്കാൻ പറ്റില്ല. അതാ ഓ ഫൈനലി ലാസ്റ്റ് കോട്ട് അടിക്കുകയാണ് നമ്മൾ. 30 minutes കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതേ ഇരുട്ടായി തുടങ്ങി കണ്ടോ. ഇനിയിപ്പോൾ ഈ കോട്ട് അടിച്ചില്ലെങ്കിൽ പിന്നെ ഒരുപാട് ഇരുട്ടിപ്പോവും. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. സോ 1/2 hour ആയതേ നമ്മൾ അടുത്ത കോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ഒന്നും കൂടെ അവിടെ അടിക്കാം. സെക്കൻഡ് കോട്ട് അടിച്ചു കഴിഞ്ഞിട്ട് ഉടനെ എടുത്തൊരു ക്ലിപ്പാണ് കേട്ടോ ഇത്. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചേക്കാട്ടിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പേപ്പറെല്ലാം ഫൈനലി റിമൂവ് ചെയ്ത് ഫൈനൽ സംഭവം ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഹാലോവീൻ ആയതുകൊണ്ട് ഇന്നിപ്പോൾ പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച ഒരു സംഭവമാണിത്. ഇവിടെ കൂടെ പാസ് ചെയ്ത് പോകുന്നവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇവിടെ 7:30 കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഇരുട്ടാവുമെന്ന്. അപ്പോൾ ഇരുട്ടായി, ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. ഒരു സ്ട്രീറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ സോഫയല്ലോ നമ്മുടെ ഫേർണിച്ചർ എല്ലാം സെക്കൻഡ് കോട്ടിങ് ഇട്ട് കഴിഞ്ഞ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് നമുക്കിതൊന്ന് യൂസ് ചെയ്ത് തുടങ്ങാനായിട്ട്. എനിക്ക് ആക്ച്വലി ഇരുന്ന് നോക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ DIY ഫേർണിച്ചർ ഒരു ഫ്രം ദ സ്ക്രാച്ചിന്ന് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പുതുപുത്തൻ പാറ്റിയോ ഫേർണിച്ചർ ആക്കി എടുത്തതെന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇതേപോലെ ഇപ്പോൾ കാനഡയിൽ US ട്രിപ്പുള്ളവർക്കും അറിയാം, നമുക്ക് ഫ്രീ ആയിട്ട് ഇതേപോലെ ഫേർണിച്ചർ പുറത്തിടും. നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ രീതിയിൽ അതിനെ വർക്ക് ചെയ്ത് പുതിയതുപോലെ ആക്കാൻ പറ്റും. അപ്പം മാർക്കറ്റ് പ്ലേസിലൊക്കെ കിട്ടും. ഞാൻ പറഞ്ഞാൽ അതല്ലാണ്ട് നമുക്ക് വീടിൻ്റെ പുറത്തൊക്കെ ചിലപ്പോൾ മൂവ് ഔട്ട് ചെയ്യുമായിരിക്കും വേറെ വീട്ടിലോട്ട്. അപ്പം അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഫേർണിച്ചറൊക്കെ ആയിരിക്കും ചിലപ്പം അവിടെ കളഞ്ഞിട്ട് പോകുന്നത്. നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി അത് എടുക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഇത് എടുത്തത്. ഞങ്ങൾക്കിത് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പാറ്റിയോയിലൊരു ഫേർണിച്ചറായിട്ട് വെച്ചേക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ, ഗുഡ് ബൈ.